ഒരു സ്ത്രീ അവൾ ഒരാളെ കൊന്നുകളഞ്ഞു, എന്നിട്ട് കഷ്ടമാക്കി നോക്കിക്കളഞ്ഞു, അവർക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ പറയാൻ പാടുണ്ടോ പണ്ഡിതന്മാർ എന്ന് ചിലര് സംശയിക്കുന്നില്ല. ചിലരിൽ വിട്ടുവീഴ്ച ചെയ്യാതിരിക്കാനുള്ള കുതന്ത്രങ്ങളും നടത്തുകയാണ്. ഒരാളെ കൊല്ലപ്പെട്ടിട്ട് 10 മക്കൾ, ആ മക്കളിൽ നിന്ന് ഒരാള് കൊന്നതിന് പകരം കൊല്ലണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ 9 ആളുകൾക്കും പകരം കൊല്ലാൻ പിന്നെ അവകാശമില്ല. ഒറ്റ ഒരാൾ പറഞ്ഞാൽ പിന്നെ അവകാശം കഴിയും. കൊന്നവനെ കൊന്നേ പറ്റൂ, അങ്ങനെ ഇസ്ലാമിലില്ല, ഖുർആൻ പഠിപ്പിച്ചിട്ടില്ല. ഇതിനെ സംബന്ധിച്ച് അറിയാത്ത ചിലർ പകരം കൊന്നാലേ അടങ്ങൂ എന്നുള്ള ഒരു ധാരണ, കൊന്നേ പറ്റൂ എന്നുള്ളൊരു ധാരണ അറിവുകളാണ്. യാതൊരു ഇൽമുമില്ലാത്തവരിൽ മാത്രമേ അത്തരത്തിലൊരു ചിന്ത തന്നെ വരാൻ പാടുള്ളൂ. ഇൽമുള്ളവരിൽ നിന്ന് അങ്ങനെ ഒരു ചിന്ത തന്നെ വരാൻ പാടില്ല. ഇസ്ലാം എന്ന് പറയുന്നത് എല്ലാത്തിനും പകരം ചെയ്യണം എന്ന് പറയുന്നൊരു മതമല്ല. അങ്ങനെ ആരും ഇസ്ലാമിനെ തെറ്റിദ്ധരിക്കാൻ പാടില്ല. ഏതെങ്കിലും ഒരു പട്ടികയോട് സംഘടനാപരമായതിനോടോ മറ്റോ ഉണ്ടെങ്കിൽ അതിന്റെ വേണ്ടി ഇസ്ലാമിന്റെ നിയമങ്ങളൊക്കെ മാറ്റിമറിച്ച് പറയാൻ പാടില്ല. ബഹുമാനപ്പെട്ട ശൈഖുന സുൽത്താനുൽ അന്തപരം സ്ഥാപനത്തിൽ കഴിച്ച് നാട്ടിലുള്ളത് ഇപ്പോൾ 10 ദിവസമായിട്ട് ഉസ്താദ് ലോകം മുഴുക്കെ നിറഞ്ഞു നിൽക്കുകയാണ്. ഉസ്താദ് നേരത്തെ നിറഞ്ഞു നിൽക്കുന്ന ആളാണ്. എല്ലാ വിഭാഗം ജനങ്ങളും ഉസ്താദുകളെ മുഖേറ്റി പറയാം. ഈ പള്ളി നമ്മുടെ സിറാജുൽ ഹുദയിലെ 1ാമത്തെ ഈ പള്ളി, ഇതിന്റെ ഫോട്ടോ കാണിച്ചിട്ടാണ് വേറെ പള്ളികൾ പലതും അൽഹംദുലില്ലാഹ് നിർമ്മിച്ചത്. ഇത് ബഹുമാനപ്പെട്ട ഉസ്താദുകളുടെ പരിശ്രമപരമായി ഉസ്താദ് നിർമ്മിച്ചിരുന്നതാണ് ഈ പള്ളി. കുറ്റിയാടിയിലെ പരിസരങ്ങളിലും ഇന്ന് കാണുന്ന സുന്നത്ത് ജമാഅത്തിന്റെ മുഴുവൻ ജനങ്ങളുടെയും അടിസ്ഥാനപരമായ നിമിത്തം മഹാനായ ഉസ്താദുകളാണ്. അല്ലാഹു അവരുടെ ദീർഘായുസ്സും ആഫിയത്തും തൗഫീഖും വർദ്ധിപ്പിക്കുമാറാകണം. യാതൊരു വിവരവുമില്ലാത്ത ചിലരും അല്പമെല്ലാം വിവരമുണ്ടെങ്കിൽ ആ വിവരം ഉപയോഗപ്പെടുത്തേണ്ട സ്ഥലത്ത് ഉപയോഗപ്പെടുത്തുന്നതിന് പകരം പലപ്പോഴും സങ്കുചിത മനസ്ഥിതിയുള്ള ചിലരും, അതേസമയം കൂടുതൽ അറിവില്ലാത്തത് കൊണ്ട് തെറ്റിദ്ധരിച്ചു പോകുന്ന ചിലർ, അവരിങ്ങനെ ചിലർ വളരെ ചുരുങ്ങിയ ആളുകളാണ്. അവരിങ്ങനെ ചോദിക്കാൻ, ഒരു സ്ത്രീ അവൾ ഒരാളെ കൊന്നുകളഞ്ഞു, എന്നിട്ട് കഷ്ടമാക്കി നോക്കിക്കളഞ്ഞു, അവർക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ പറയാൻ പാടുണ്ടോ പണ്ഡിതന്മാർ എന്ന് ചിലര് സംശയിക്കുന്നില്ല. ചിലരിൽ വിട്ടുവീഴ്ച ചെയ്യാതിരിക്കാനുള്ള കുതന്ത്രങ്ങളും നടത്തുകയാണ്. കുറച്ചവനാർക്കൊക്കെ നല്ല മനസ്സുണ്ട്. നമ്മൾ അല്ലാഹുവിന്റെ ദീൻ എന്താണ് എന്ന് നന്നായി കണ്ടു. പരിശുദ്ധ ദീനുൽ ഇസ്ലാം എപ്പോഴും വിട്ടുവീഴ്ചയ്ക്ക് മുൻതൂക്കം നൽകുന്ന ഒരു ദീനാണ്. അതാണ് ഞാൻ പറഞ്ഞത്, സ്വർഗത്തിൽ കിടക്കുന്ന ആളുകളുടെ ലക്ഷണം പറയുമ്പോൾ ഖുർആൻ പ്രത്യേകം പറയുന്നത് ആഫീന അനിൻ നാസ്, മനുഷ്യർക്ക് വിട്ടുവീഴ്ച ചെയ്യുന്നവർ. അൽഹംദുലില്ലാഹ്, ഞാൻ എന്റെ ജീവിതത്തിൽ എന്ത് പറയുമ്പോൾ കണ്ടതേ പറയാറുണ്ട്. ഇനി ആരെങ്കിലും കേട്ടതാണെങ്കിൽ അത് ഇന്നാളൊന്നും കേട്ടതാണെന്ന് പറയും. അങ്ങനെ ഈ മായാവിക്കഥകളൊന്നും നമ്മൾ പറയുക, അത് എന്ത് വിഷയമാണ് ശരിക്കും തെളിവ് കിട്ടിയാൽ പറയാറുണ്ട്. യഥാർത്ഥത്തിൽ വിട്ടുവീഴ്ച എന്നത് ഇസ്ലാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടയാളമാണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ച് പറയാൻ ഇവിടെ സമയം കിട്ടില്ല. കൊന്നവനെ കൊല്ലുക എന്ന ഒരു നിയമം ഇസ്ലാമിലുണ്ട്. അതിനർത്ഥം കൊല്ലണം എന്നല്ല, മറിച്ച് കൊന്നവനെ കൊല്ലാനുള്ള അവകാശം കൊല ചെയ്യപ്പെട്ടവന്റെ അവകാശികൾക്കും ഉണ്ട് എന്നാണ്. എന്നല്ലാതെ കൊന്നവനെ ഒക്കെ കൊല്ലണം, അങ്ങനെ ഇസ്ലാമിൽ ഒരു നിയമം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ അതിനെ സംബന്ധിച്ച് പറഞ്ഞ സ്ഥലത്ത് പറഞ്ഞത് തന്നെ, യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുൽ ഖിസാസു ഫിൽ ഖത്ല, കൊല്ലപ്പെട്ടവർക്ക് ഖിസാസ് പകരം കൊല്ലുക, അത് അല്ലാഹു തആല കണക്കാക്കി തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ ഉടനെ ശേഷം അല്ലാഹു തആല പറഞ്ഞു, അതിന്റെ വിവരങ്ങളൊക്കെ പറഞ്ഞു. ഒരു സ്വതന്ത്രം കൊന്നാൽ പകരം സ്വതന്ത്രം, അതുപോലെ അടിമക്ക് അടിമ, പെണ്ണിന് പെണ്ണ് എന്നൊക്കെ എങ്ങനെ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു
സഹോദരന് വിട്ടുവീഴ്ച ചെയ്യപ്പെട്ടാൽ എന്ന് പറഞ്ഞാൽ കൊന്ന മനുഷ്യന് വിട്ടുവീഴ്ച ചെയ്തു കൊടുത്താൽ അപ്പം കൊന്നവനെ കൊല്ലണമെന്നില്ല. വിട്ടുവീഴ്ച ചെയ്യുക എന്ന് പറഞ്ഞ ഒരു സംഗതി ഖുർആൻ തന്നെ അവിടെ പഠിപ്പിക്കുന്നു. അവിടെ പിന്നെ എന്താ ചെയ്യാം? ഈ ആയത്തിന്റെ തഫ്സീറിൽ ജലാലൈനി അടക്കം പറഞ്ഞത് കാണാം. പിന്നെ അവരോട് ആ കൊല ചെയ്യപ്പെട്ട വ്യക്തിയുടെ അവകാശികൾക്ക് അതിൽ നഷ്ടപരിഹാരം എന്ന നിലക്ക് ദിയത്ത് ചോദിക്കാം. ദിയത്ത് എന്ന് പറഞ്ഞാൽ അത് എത്ര എങ്ങനെ എന്നൊക്കെ അതിനെ തീരുമാനമെടുക്കാം. ഏതായിരുന്നാലും അതേസമയം അങ്ങനെ ഒരു വിട്ടുവീഴ്ച, ഉദാഹരണം പറഞ്ഞാൽ ഒരാളെ കൊല്ലപ്പെട്ടിട്ട് അയാൾ 10 മക്കൾ, ആ മക്കളിൽ നിന്ന് ഒരാള് ബാപ്പാനെ കൊന്നതിന് പകരം കൊല്ലണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ 9 ആളുകൾക്കും പകരം കൊല്ലാൻ പിന്നെ അവകാശമില്ല. ഒറ്റ ഒരാൾ പറഞ്ഞാണ് പിന്നെ അവകാശം കഴിഞ്ഞു. പിന്നെ നഷ്ടപരിഹാരം വാങ്ങാം. അതാണ് ദിയത്ത്. ആ ദിയത്ത് ചോദിക്കുമ്പോൾ തന്നെ അത് നല്ല നിലയ്ക്ക് ചോദിച്ചു വാങ്ങാൻ അതിലെ ഒഴിഫിൽ. ഇത് പറഞ്ഞുകൊണ്ട് ഈ ആയത്തിന്റെ തഫ്സീറിൽ ഇമാമികൾ വിശദീകരിക്കുക. യുഫീലു അന്നൽ വാജിബ അഹദുഹുമാ, കൊന്നവന് പകരം കൊല്ലണം എന്നില്ല, നഷ്ടം വാങ്ങി വിട്ടുകൊടുക്കാം. അതേപോലെ തന്നെ ഒന്നും വാങ്ങാതെയും വിട്ടുകൊണ്ട് ചെയ്യാം. ഇന്നത് തരണമെന്ന് പറഞ്ഞില്ല, വിട്ടുവീഴ്ച ചെയ്യാം. വിട്ടുവീഴ്ച ചെയ്താൽ പിന്നെ ഒന്നും ചോദിക്കാൻ ഖലാസ്. അപ്പൊ കൊന്നവനെ കൊന്നയെ പക്ഷു അതിനെ ഇസ്ലാമിലില്ല, ഖുർആൻ പഠിപ്പിച്ചിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ സംബന്ധിച്ച് ശേഷം പറഞ്ഞു, നഷ്ടം കൊടുക്കേണ്ടവർ അത് സ്ലിപ്പാക്കാതെ അത് അവകാശിക്ക് നല്ല നിലക്ക് കൊടുക്കണം. അത് അല്ലാഹു തആല ലഘൂകീകരിച്ചതാണ്. കൊന്നവനെ കൊല്ലണം എന്ന നിർബന്ധം ഇസ്ലാമില്ല. അതേസമയത്ത് യഹൂദികൾക്കുണ്ടായിരുന്ന നിയമം അങ്ങനെയല്ല. അതുപോലെ നസാറാക്കൾക്കുണ്ടായിരുന്ന നിയമം അങ്ങനെയല്ല. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സമുദായത്തിൽ ഉണ്ടായിരുന്ന നിയമം പകരം കൊന്നേ പറ്റൂന്ന്. അതേപോലെ ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ സമുദായത്തിൽ ഉണ്ടായിരുന്ന നിയമം അത് പകരം കൊല്ലാനേ പറ്റില്ല, മറിച്ച് നഷ്ടപരിഹാരം തന്നെയാണെന്ന്. നമുക്ക് രണ്ടിലും പറ്റാവുന്ന രൂപത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിന് അല്ലാഹു തആല നിയമം തന്നിട്ടുള്ളത്. അതാണ് ഖുർആനോട് പറഞ്ഞത്, ദാലിക തഖ്ഫീഫുൻ മിർ റബ്ബിക്കും, നിങ്ങൾക്ക് റബ്ബിന്റെ ഒരു ലഘൂകീകരിക്കലാണ്. വറഹ്മത്തുൻ, അല്ലാഹുവിന്റെ ഒരു അനുഗ്രഹവുമാണ്. അതിന്റെ തഫ്സീറിൽ കാണാം, ഹൈതു വസ്സഅ ഫീ ദാലിക വലം യുഹദ്ദിം വാഹിദൻ മിൻഹുമാ, അല്ലാഹു അതിൽ വിശാലത ചെയ്തു. അതിലൊരു നിർബന്ധം അല്ലാഹു നിങ്ങൾ തന്നെ ചെയ്യണം എന്ന് വെച്ചിട്ടാണ്. ഇനി അവിടെ തന്നെ വിശദീകരണം സാവിയിലും മറ്റും നമുക്ക് കാണാം. ഐഫൽ ഖിയാറുൽ ഔലിയാഇ ഫീ സലാസത്തി, അവകാശികൾക്ക് ഈ മയ്യിത്തിന്റെ രക്ഷിതാക്കൾക്ക് അവർക്ക് ഇഷ്ടം പോലെ ചെയ്യാം. നമ്മൾക്ക് സാസു ഒന്നുകിൽ പകരം കൊല്ലണം എന്ന് തന്നെ അവർക്ക് പാലിക്കാം. അവരിൽ അഫു അല്ലെങ്കിൽ വിട്ടുവീഴ്ച ചെയ്യാം. അലത്തീരത്തി നഷ്ടപരിഹാരം വാങ്ങി വിട്ടുവീഴ്ച ചെയ്യാം. ഔ മജാനൻ അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് വിട്ടുവീഴ്ച ചെയ്യാം. ഇത് 3-ൽ 1 തെരഞ്ഞെടുക്കാനുള്ള അധികാരം ഈ അവകാശികൾക്കുണ്ട് എന്ന് ഇമാമികളൊക്കെ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഇതിനെ സംബന്ധിച്ച് അറിയാത്ത ചിലർ പകരം കൊന്നാലേ അടങ്ങൂ എന്നുള്ള ഒരു ധാരണ, കൊന്നേ പറ്റുന്നുള്ളൊരു ധാരണ അറിവുകളാണ്. യാതൊരു ഇൽമുമില്ലാത്തവരിൽ നിന്ന് മാത്രമേ അത്തരത്തിലൊരു ചിന്ത തന്നെ വരാൻ പാടുള്ളൂ. ഇൽമുള്ളവരിൽ നിന്ന് അങ്ങനെ ഒരു ചിന്ത തന്നെ വരാൻ പാടില്ല. ഇനി ഞാൻ വിശദീകരിക്കുന്നില്ല. എന്നെ സംബന്ധിച്ച് ഒരുപാട് കിതാബുകളിൽ വളരെയേറെ വിശദീകരണങ്ങളുണ്ട്. അത് കെട്ടുകഥകളൊന്നുമല്ല. അശ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ അവിടെ നിന്ന് പറഞ്ഞു, മൻ നുസീബ ബിശൈഇൻ ഫീ ജസദിഹി ഫതറകഹു ലില്ലാഹി തആല കാന കഫാറത്തൻ ലഹു. ഒരു മനുഷ്യന്റെ ശരീരത്തെ ആരെങ്കിലും ആക്രമിച്ചു എന്നിട്ട് ആ വകയിൽ നഷ്ടമൊന്നും വാങ്ങാൻ പടച്ചവന്റെ വൃത്തത്തിന് വേണ്ടിയാണ് നോക്കൂ, എന്നാൽ അദ്ദേഹത്തിന്റെ ദോഷം പൊറുക്കാനത് കാരണം. അവിടെ മഹാനവരുടെ ഉദ്ധരിക്കുകയാണ്,
ഒരാള് മുആവിയ റളിയല്ലാഹുവിന്റെ ഭരണകാലം ഒരു മനുഷ്യന്റെ തൊള്ളയെ പരിക്കേൽപ്പിച്ചു. അപ്പോൾ ആ പരിക്കേൽപ്പിക്കപ്പെട്ട വ്യക്തിക്ക് അതിന്റെ നഷ്ടപരിഹാരം നൽകപ്പെടും. അദ്ദേഹം അത് വാങ്ങാൻ ഉണ്ടാക്കി 3 പ്രാവശ്യം കൊടുക്കുന്നതാണ്. അപ്പോൾ ഒരാൾ പറഞ്ഞു, നീ സമീപത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ കേട്ടു പറയുന്നതായി, മൻ തസദ്ദഖ ബിദമിൻ ഔ ദിയത്തിൻ കാന കഫാറത്തൻ ലഹു മിൻ യൗമി ഉലിദ ഇലാ യൗമി തസദ്ദഖ. ഒരാൾ പകരം വാങ്ങാൻ പറ്റുന്ന നഷ്ടപരിഹാരം വാങ്ങാൻ ഒരാൾ അത് ഒരു ധർമ്മമായി കണ്ട് ഒഴിവാക്കിയ ആനക്കഫാറത്തല്ലഹു, അവൻ ജനിച്ചത് മുതൽ അവൻ ആ ധർമ്മം ചെയ്ത ദിവസം വരെയുള്ള എല്ലാ ദോഷങ്ങളും പൊറുക്കപ്പെടാനത് കാരണം. ഇസ്ലാം എന്ന് പറയുന്നത് എല്ലാത്തിനും പകരം ചെയ്യണം എന്ന് പറയുന്നൊരു മതമല്ല. അങ്ങനെ ആരും ഇസ്ലാമിനെ തെറ്റിദ്ധരിക്കാൻ പാടില്ല. അതേ സമയത്ത് ഒരാൾ ഒരു അക്രമം ചെയ്താൽ യാതൊരു നടപടിയും ഇല്ലെന്ന് വന്നാൽ പിന്നെ അക്രമം വരൂല്ല. അതുകൊണ്ടാണ് അക്രമം കരുവില്ല. അപ്പൊ എന്നെ ശിക്ഷിക്കപ്പെടും, അതുപോലെ ഞാൻ കൊന്നാൽ പകരം കൊല്ലപ്പെടും എന്ന ഒരു ഭയം ആളുകളുടെ മനസ്സിലില്ലെങ്കിൽ അക്രമം വരും. അതിലൂടെ അങ്ങനെ ഒരു നിയമമുണ്ട്. പക്ഷേ വിട്ടുവീഴ്ച ചെയ്യാനുള്ള അധികാരം അവരുടെ കുടുംബങ്ങൾക്ക് അല്ലാഹു തആല നൽകുന്നുണ്ട്. ഇനി ഹദീസിലും ഖുർആനിലും ധാരാളം ഈ വിഷയത്തിൽ കാണുന്നു. കെട്ടുകഥകളാണ് ഈ നിയമങ്ങൾ എന്ന് മനസ്സിലാക്കുന്നത്. ما رأيت النبي صلى الله عليه وسلم فعل يسير فيه القصاص إلا أمر فيه بالعفو. അനസ് റളിയല്ലാഹു അൻഹു നിന്നുള്ള റിപ്പോർട്ട് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ ഒരു കേസ് വന്നാൽ അത് ഖിസാസ് നടത്തേണ്ടതാണെങ്കിൽ ഇല്ല അമറ ഫീഹി ബിൽ അഫു, നബി തങ്ങൾ വിട്ടുവീഴ്ച ചെയ്യാൻ നിർദ്ദേശം നൽകലാണ്. അങ്ങനെയാകുമ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കപ്പെടാൻ കഴിയുന്ന കാര്യം മഹാന്മാരായ പണ്ഡിതന്മാരെ രേഖപ്പെടുത്തുകയാണ്. വിട്ടുവീഴ്ച ചെയ്യാനുള്ള നിർദ്ദേശം നൽകും. അവർ കുടുംബങ്ങൾ അതിന് തയ്യാറാകുന്നില്ലെങ്കിൽ നിയമം നടപ്പാക്കും. ഇല്ലെങ്കിലോ അവരത് തയ്യാറായാലോ അവർക്ക് അല്ലാഹുവിന്റെ അടുക്കൽ വലിയ പ്രതിഫലം. അത് ഒന്നുകൂടി അവിടെ ഇമാമിനെ രേഖപ്പെടുത്തുക. ഏതൊരാളും ഒരാളെ എന്തെങ്കിലും അക്രമം ചെയ്ത് കൊല്ലുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും അവയവങ്ങൾ നശിപ്പിക്കുകയോ ചെയ്താൽ പകരം ചെയ്യാൻ ആ ആക്രമിക്കപ്പെട്ടവനോ അവരുടെ കുടുംബത്തിനോ അവർക്ക് സ്വന്തമായി ഡയറക്റ്റ് ചെയ്യാൻ അനുമതിയില്ല. മറിച്ചിട്ട് വേണം ഭരണാധികാരിയുടെ മുമ്പിൽ കേസ് കൊടുക്കും. എന്നിട്ട് ഭരണാധികാരി കേസ് വിചാരണ ചെയ്ത് അവരെ വിധിച്ചാലേ നടപ്പാക്കാൻ പറ്റുള്ളൂ. അല്ലാതെ നിയമം കയ്യിലെടുക്കാൻ ഒരാൾക്ക് പാടില്ല. ഇന്നത്തെ തീവ്രവാദികളും ഭീകരവാദികളും ഒക്കെ നിയമം കയ്യിലെടുക്കുകയാണ്. അവരെ ഏതെങ്കിലും ഒരു സംഘടനയിൽപ്പെട്ട ഒരാൾ കൊന്നിട്ടുണ്ടെങ്കിൽ മറ്റേ സംഘടനയിൽപ്പെട്ട ഏതെങ്കിലും ഒരാളെ ഒരു പകർപ്പില്ല. അവർ ഇസ്ലാമല്ല, ഇസ്ലാമിന്റെ ആശയമല്ല. ഭരണാധികാരിക്ക് അത്തരത്തിൽ വിധിക്കാൻ അധികാരമുള്ളൂ. എന്നിട്ടല്ലാതെ തീവ്രവാദികൾ ചെയ്യുന്നത് പോലെ പകരം ചെയ്യാൻ ഇസ്ലാമിൽ അനുമതിയില്ല. ഒന്നുകൂടി പറയാം, وَلِأَنَّ الصَّحَابَةَ لَمْ يَعْمَلُوا بِإِطْلَاقِ الْآيَةِ وهي قوله تعالى ومن قتل مظلوما فقد جعلنا لوليه سلطانا. അക്രമമായി കൊല്ലപ്പെട്ടാൽ അവന്റെ രക്ഷിതാവിന്, അവന്റെ കുടുംബത്തിന്, അവന്റെ അവകാശിക്ക് അവരുടെ മേൽ അധികാരമുണ്ടെന്ന് ഖുർആൻ പഠിപ്പിക്കുന്ന ഒരു ആയത്തുണ്ട്. അത് സഹാബത്ത് മനസ്സിലാക്കിയത് അധികാരമുണ്ടെന്ന് പറഞ്ഞാൽ അത് അവനവൻ തന്നെ അധികാരം നടപ്പാക്കുക എന്നല്ല. സഹാബത്ത് മനസ്സിലാക്കിയതുപോലെ ഖുർആൻ മനസ്സിലാക്കുന്നവർക്കാണ് സുന്നികൾ എന്ന് പറയുന്നത്. സഹാബത്ത് മനസ്സിലാക്കിയതിനെ തള്ളി ഖുർആൻ സ്വയം അർത്ഥം വെച്ച് നീങ്ങുന്നവരാണ് തീവ്രവാദികളും ഭീകരവാദികളും സുന്നത്ത് ജമാഅത്തിൽ നിന്ന് പുറത്തുപോയവർ. അത് ഒരിക്കലും തന്നെ ശരിയായ ഇസ്ലാമിന്റെ വഴിയല്ല. ഇനിയും നിങ്ങൾക്ക് കാണാം, മഹാന്മാരായ പണ്ഡിതന്മാർ വിട്ടുവീഴ്ച ചെയ്യുമോ എന്ന് ചോദിച്ചപ്പോൾ വിട്ടുവീഴ്ച ചെയ്യുന്നില്ല എന്ന് കുടുംബം പറഞ്ഞ ഒരു സംഭവമുണ്ട്. അതെടുത്ത് തിരിച്ചുകൊണ്ട് പറയാം, റക്കമെന്റ് ചെയ്യൽ അനുവദനീയമാണ് എന്നതിനത് തെളിവാണ്. വിട്ടുവീഴ്ച ചെയ്യാൻ വേണ്ടി റക്കമെന്റ് ചെയ്യാം.
അത് കോടതിയിൽ കേസ് വന്നാൽ പോലും അത് വിട്ടുവീഴ്ച ചെയ്യാൻ വേണ്ടി ശുപാർശ പറയൽ അനുവദനീയമാണ്. അല്ലാഹുവിന്റെ ചില അവകാശങ്ങളുണ്ട്, അതിന് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇത് ഈ വലിയുടെ അവകാശം, അതായത് കുടുംബത്തിന്റെ അവകാശം, അവിടെ റെക്കമെൻഡ് ചെയ്യുന്നത് നല്ലതാണ്. ഇനിയും കാണാം അങ്ങനെ നീ ദിയത്ത് വാങ്ങി വിട്ടുകൊടുക്കുമോ എന്ന് ചോദിച്ചത് വിശദീകരിച്ചുകൊണ്ട് ഇമാമികൾ പറയാം, ജനങ്ങൾക്കിടയിൽ മസ്ലഹത്ത് ചെയ്യാൻ വേണ്ടി, സന്ധി ഉണ്ടാക്കാൻ വേണ്ടി പ്രവർത്തിക്കുക എന്നത് ഈ ഹദീസിൽ മനസ്സിലാക്കാം. ഇനി തീർത്തും വിട്ടുകൊടുക്കുന്നതിൽ കുറച്ചെങ്കിലും വിട്ടുകൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുക എന്നതും ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 പ്രാവശ്യം വിട്ടുവീഴ്ചയാൻ പറഞ്ഞതായി ഒരു ഹദീസിലുണ്ട്. അതിനെ സംബന്ധിച്ച് ഇമാമികൾ വിശദീകരിച്ചിട്ടുണ്ട്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം 3 പ്രാവശ്യം പറഞ്ഞു. എന്നിട്ടും ഒരാൾ അതിന് തയ്യാറാകാതിരുന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിന് പ്രതികൂലമായി പറഞ്ഞ ഒരു ഹദീസ്, അങ്ങനെയും ഹദീസിലുണ്ട്. കിതാബുകളിൽ പോലുള്ള ശാഫിഈ മദ്ഹബിലെ പല പ്രബലമായ കിതാബുകളിൽ ചില നമുക്ക് കാണാം. വിട്ടുവീഴ്ച ചെയ്യുന്നതിനെ സംബന്ധിച്ച് മനഃപൂർവ്വം കൊന്നാണ് അതിന്റെ പേരിൽ ഏത് നടപടിയാണെന്ന് റിസർച്ച് പറയുന്ന അധ്യായം പറയാം. അവിടെ കാണുമ്പോൾ സുന്നത്തുൽ മുഅക്കദത്തുൽ, അതൊരു ശക്തമായ സുന്നത്താണ് വിട്ടുവീഴ്ച ചെയ്യുക എന്നത്. ഒന്നും വാങ്ങാതെ വിട്ടുവീഴ്ച ചെയ്യാനാണ് ഏറ്റവും ശ്രേഷ്ഠതയുള്ളത്. അങ്ങനെയാണ് ശ്രദ്ധയുള്ളതെന്നും വിട്ടുവീഴ്ച ചെയ്തത് നല്ലതാണെന്നും പറയുന്നതിലാണ് തെളിവ്. ആയത്തുകളും ഹദീസുകളുമാണ് അതിനെ തെളിവ്. അതിൽപ്പെട്ടതാണ് ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ഹദീസ്. ഇമാം ബൈഹഖി അല്ലാത്ത വേറെ ഇമാമുകൾ റിപ്പോർട്ട് ഹദീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ ഒരു പ്രതി കൊല ചെയ്യപ്പെടേണ്ട, അല്ലെങ്കിൽ പ്രതി ചെയ്യപ്പെടേണ്ട, പ്രതികാരം ചെയ്യപ്പെടേണ്ടുന്ന ഒരു തെറ്റ് ചെയ്തതായി കേസ് വന്നാൽ വിട്ടുവീഴ്ച ചെയ്യാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശം കൊടുക്കലാണ്. മുസ്ലിമിന്റെ റിപ്പോർട്ടിൽ ഇങ്ങനെയുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പിൽ ഒരു കൊലയാളിയെ കൊണ്ടുവന്ന് ഹാജരാക്കപ്പെട്ടു. അദ്ദേഹം കൊലക്കുറ്റം സമ്മതിച്ചു. അപ്പോൾ കൊല്ലപ്പെട്ടവന്റെ സഹോദരനോട് നബി തങ്ങൾ പറഞ്ഞു, ആ കൊന്ന മനുഷ്യനെ, ഘാതകനെ നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യുക. അപ്പോൾ അദ്ദേഹം അതിന് തയ്യാറാകാതിരുന്നു. അങ്ങനെ വന്നപ്പോൾ എന്നാ അയാളെ കൂട്ടിപ്പോയിക്കോ എന്ന് പറഞ്ഞിട്ട് ലളിതങ്ങൾ ഫലമാവല്ല. അദ്ദേഹം അങ്ങോട്ട് പോയപ്പോൾ ലളിതങ്ങൾ പറഞ്ഞു, അദ്ദേഹത്തെ, ആ കൊലയാളിയെ ഈ രക്ഷിതാവായ അവകാശിയായ സഹോദരൻ കൊന്നാൽ ആ സഹോദരൻ നരകത്തിലാണല്ലോ. അപ്പൊ പറയണ്ട, അയാൾക്ക് അവകാശമുണ്ടല്ലോ അല്ല, അങ്ങനെ തന്നെ പറയാൻ നബിതങ്ങളൊരു നിർദ്ദേശം നൽകിയാൽ അത് സ്വീകരിക്കട്ടെ. അത് സ്വീകരിക്കാത്ത വകയിലാണ് നരകത്തിൽ നടക്കുന്നത്, അല്ലാതെ അയാൾക്ക് അവകാശിയിലായിട്ടല്ല. لأن هذا الإباء فيه إشعار بالإخلال بمزيد احترامه صلى الله عليه وسلم. رسول الله صلى الله عليه وسلم ബഹുമാനിക്കട്ടെ, ആദരിക്കട്ടെ. അപ്പൊ നബിതങ്ങളൊരു റെക്കമെൻഡ് ചെയ്താൽ ആ റെക്കമെൻഡ് സ്വീകരിക്കാതിരിക്കുക എന്ന് പറയുന്നത് അത് നബിതങ്ങൾക്ക് വേണ്ടതുപോലെ ഒരു ബഹുമാനം കൊടുത്തില്ല എന്നല്ലേ വരുന്നത്. അതുകൊണ്ട് അദ്ദേഹം നരകത്തിൽ കടക്കാൻ സാധ്യതയുണ്ടെന്നാണ് നബിതങ്ങൾ പറഞ്ഞത്. അല്ലെങ്കിൽ ആ മനുഷ്യനിൽ കാപ്പട്യമുണ്ട്, അതിന്റെ പേരിൽ നരകത്തിലാകുമെന്നാണ് നബിതങ്ങൾ പറഞ്ഞില്ല. അവിടെ നീ ഒരു സംശയം ചോദിച്ചാൽ അത് നരകത്തിൽ കടന്നു പറഞ്ഞാൽ അവിടെ കൊല്ലുന്നത് ഹറാമാണെന്നല്ലേ വരിക. അങ്ങനെയാണ് നബിതങ്ങൾ കൊണ്ടുപോയി കൊന്നോ എന്ന് സമ്മതം കൊടുക്കില്ല, സമ്മതം കൊടുക്കാൻ പറ്റുമോ എന്ന് സംശയം ചോദിച്ചാൽ അതിനുള്ള മറുപടി ഞാൻ എന്നെ മറുപടി പറയും.
നബിതങ്ങൾ ഒരു കാര്യം നിർദ്ദേശിച്ചിട്ട് സ്വീകരിച്ചില്ല എന്നതാണ് ഹറാമ്. വലം യഖുറഹു അലൈഹി, അതേ സമയത്ത് അതിന് നിബിധങ്ങൾ സമ്മതം കൊടുത്തില്ല. ഞാൻ പറഞ്ഞത് വെക്കണ്ടിയില്ല എന്ന് നിബിധങ്ങൾ പറഞ്ഞിട്ടില്ല. അമ്മൽ ഖബലു, അതേസമയം കൊന്നവരെ പകരം കൊല്ലുകയെന്നത് ഇതാ അത് അവകാശിക്കൊന്നേ പറ്റൂ എന്ന് നിർബന്ധം പഠിച്ചാൽ അപ്പൊ പിന്നെ അയാൾക്ക് കൊല്ലാൻ അവകാശം ഉണ്ടാവും. അത് ഹറാമാവില്ല. പിന്നെ ഹറാമെന്താണ്? നിബിധങ്ങൾ പറഞ്ഞ നിർദ്ദേശം സ്വീകരിക്കാതിരിക്കുക എന്ന സ്ഥലത്താണ് തെറ്റ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഹൈഫിയത്ത് മുഖ്തലിഫത്തും ഹറാമുകളുടെ രൂപമെന്ന് വേറെയാണ്. മറ്റൊരു ഭാഗത്തിലൂടെയാണ് ഈ പറയുന്നത്, വേറൊരു ഭാഗത്തിലൂടെയാണ്. ഇങ്ങനെ ഇമാമിങ്ങൾ വിശദീകരിച്ചതായി കാണാം. തന്നെയും അതുപോലെ ഞായറാഴ്ച വിശദീകരിച്ചത് കാണാം. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു വിദ്യാർത്ഥിയും ഒരാളും ഓരോ വ്യക്തിയും സാധാരണക്കാരികളൊന്നും കുറ്റവാളികളല്ല. നമ്മള് പണ്ഡിതന്മാരാകുന്നെന്ന് തോന്നുന്ന ആളുകൾ അവര് ഒരു കാര്യം പറയുമ്പോ പഠിച്ചിട്ടേ പറയും, പഠിക്കാതെ പറയും. ഏതെങ്കിലും ഒരു പണ്ഡിതനോട് സംഘടനാപരമായവരോടോ മറ്റോ ഉണ്ടെങ്കിൽ അതിന്റെ പേരിൽ ഇസ്ലാമിലെ നിയമങ്ങളൊക്കെ മാറ്റിമറിച്ച് പറയാൻ പാടില്ല. നബികൾ പഠിപ്പിച്ചത് എന്നെ പറയാൻ പാടില്ല. ഇസ്ലാമിനെ സംബന്ധിച്ചുള്ള തെറ്റിദ്ധാരണകൾ തിരുത്തപ്പെടുന്ന വിധം ഒരു പണ്ഡിതൻ ശരിക്ക് കാര്യം മനസ്സിലാക്കി പ്രവർത്തിക്കുമ്പോ ആ പണ്ഡിതനെതിരെ സംസാരിക്കുന്നത് ഇസ്ലാമിനെതിരെയുള്ള സംസാരം. അത് ആ പണ്ഡിതനെതിരെ മാത്രമുള്ള സംസാരമല്ല, ഇസ്ലാമിന്റെ ശരിയായ സംസ്കാരത്തെ ഒഴിച്ചു മൂടാനുള്ള ഒരു ഏർപ്പാടാണ്. അത് തീവ്രവാദികളുടെ ശൈലിയാണ്, അല്ലെങ്കിൽ തീവ്രവാദികളെ അനുകൂലിക്കുന്നവരുടെ ശൈലിയാണ്. അതൊരിക്കലും ഒരു മുസ്ലിം പണ്ഡിതനിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ല. ഞാൻ വീട്ടിൽ സംസാരിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ കാണാം. സുബ്ഹാനല്ലാഹ്,